ശ്രീ മേജർ രവി, ഇപ്പോ നമ്മൾ ഈ നിൽക്കുന്ന പഹൽഗാം മേഖലയിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ മേഖലയിലോ നമുക്ക് അധികം ഒരുപാട് മനുഷ്യരുള്ള ജനവാസ മേഖല കാണാനില്ല. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ രജൌരിയിലെ അവസ്ഥ അതല്ല, പൂഞ്ചിലെ അവസ്ഥ അതല്ല. ഒരുപാട് മനുഷ്യർ അവിടെ താമസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ മനുഷ്യർ സഫർ ചെയ്യും. പോട്ടെ, ഇനി അപ്പുറത്തേക്ക് പാകിസ്ഥാനിലെയും സാധാരണ മനുഷ്യർ സഫർ ചെയ്യേണ്ട കാര്യമില്ലോ. അവർ പാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൽ പട്ടിണിക്കാരായ ഒരുപാട് മനുഷ്യന്മാർ അവിടെ ഉണ്ട്. അവരും സഫർ ചെയ്യാൻ പാടില്ല. അങ്ങനെ സാധാരണ സിവിലിയൻ സഫർ ചെയ്യാത്ത, എന്നാൽ ഈ പറഞ്ഞ തീവ്രവാദി ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചുകൊണ്ട് കാര്യമില്ല. കാര്യം അവരുടെ പക്കൽ ഇനിയും അവരുടെ സ്റ്റോക്കിൽ ഹാഷിം മൂസമാർ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അവരെ പരിശീലിപ്പിക്കുന്ന സൈന്യത്തിന്റെ മർമ്മത്ത് അങ്ങേയറ്റം വേദനിക്കുന്ന, ഇനി ഇത്തരത്തിൽ ഒരു ചാവേറുകളെ ഇറക്കിവിടാൻ കൈവറക്കുന്ന തരത്തിലുള്ള എന്തു നീക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ശ്രീ മേജർ രവി? അഷ്മി, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം ഇവരുടെ ക്യാമ്പുകൾ, ഈ മിലിറ്റൻസിനെ ട്രെയിൻ ചെയ്തിരുന്ന ക്യാമ്പുകളെല്ലാം LOCക്ക് അടുത്ത്, അതിപ്പോൾ നമ്മൾ മുകളിൽ കാർഗിലിന്റെ അപ്പുറത്തുള്ള ഗിൽഗിറ്റ് ഏരിയയിൽ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പൂഞ്ച് രജോറി സെക്ടർ വരയ്ക്ക് അതിന് താഴത്തോട്ട് അവരുടെ ക്യാമ്പുകൾ അധികമില്ല. പക്ഷേ ഈ ഏരിയയിൽ മുഴുവൻ ഇവരുടെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, നോർത്തേൺ റീജിയനിൽ ടോപ്പിലുള്ളത്. ആ ക്യാമ്പുകൾ മുഴുവൻ ഏകദേശം നമ്മൾ ബാലാക്കോട്ട് അറ്റാക്കിന് ശേഷം ഉള്ള പല അണ്ടർ കവർ ഓപ്പറേഷൻസുമായിട്ട് നശിപ്പിച്ചതുകൊണ്ട് ഇവരെല്ലാം ആ ക്യാമ്പുകളിൽ നിന്ന് കുറച്ചുകൂടെ ദൂരത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പം അവർക്ക് ഇത്രയും വലിയ വലിയ ക്യാമ്പുകളില്ല. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാന്റെ എക്കണോമി ISIയുടെ കയ്യിൽ പൈസ ഇല്ലാത്ത വന്നൊരവസ്ഥ കൊണ്ടാണ് പാകിസ്ഥാന്റെ പോലെ എന്നിവരുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്നോ ഈ ISI ആണ് ഈ ലോകരാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം മിലിറ്റൻസി വളർത്താൻ വേണ്ടിയിട്ട് പൈസ ശേഖരിക്കുന്നതും അത് ഗവൺമെന്റിന് റൺ ചെയ്യാൻ കൊടുക്കുന്നതും അത് ജനങ്ങളിലേക്ക് എത്താതെ മിലിറ്ററി ഓഫീസേഴ്സ് എടുത്ത് കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഡെമോക്രസി ഇന്നും സ്ട്രോങ് അല്ലാതിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് അവരിൽ യാതൊരു വിശ്വാസവും. അപ്പൊ ഇതുപോലുള്ള ക്യാമ്പുകൾ തകർക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ് ഇപ്പോൾ. ബിക്കോസ് ആ ക്യാമ്പുകൾ തകർക്കണമെങ്കിൽ തന്നെ അത് എലോങ് വിത്ത് LOCയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കാണും. അതും വളരെ മിനിമലാണ്. ഇപ്പം ഈ പണ്ടുണ്ടായിരുന്ന പോലെ മുക്കിനും മൂലയിലൊന്നും ഈ ക്യാമ്പുകളില്ല. കാരണം അത്രത്തോളം മിലിറ്റൻസ് ഇൻഫ്ലോ ഇന്ത്യയിലോട്ട് കയറ്റി വിട്ടിരുന്നത്, നമ്മുടെ കാശ്മീരിലോട്ട് കയറ്റി വിട്ടിരുന്നത് കുറഞ്ഞിരിക്കുന്നു. കാരണം ഈ ക്യാമ്പുകൾ കുറഞ്ഞിരിക്കുന്നു. ഇത് റൺ ചെയ്യാൻ പൈസ വേണം. അപ്പോൾ പൈസ കുറഞ്ഞുകൊണ്ട് എക്കണോമിക്കൽ ഇംബാലൻസ് വന്നതുകൊണ്ടാണ് ഇവരുടെ ക്യാമ്പുകൾ കുറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ത്യ നല്ല രീതിയിൽ അവർക്ക് ഇപ്പം നേരത്തെ ഞാൻ എനിക്ക് വിദേശ വിദഗ്ധൻ ഹി സെഡ് ദാറ്റ് അവിടുത്തെ ഫാക്ടറി എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നുള്ളത്. സർ, അവിടെ നല്ലൊരു ഫാക്ടറി ഉണ്ട് സർ. എന്താണെന്നറിയാം? ഡ്രഗ്സ് ബിസിനസ്. ഇവര് ഇതിൽ നിന്നാണ് കാശുണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോൾ അത് ഈ ബലൂചിസ്ഥാന്റെ ഈ പ്രശ്നം കാരണം അഫ്ഗാനിസ്ഥാനിൽ വരുന്ന പോളീസും പോപ്പീസും ഇതെല്ലാം അതിലും കൺട്രോൾ ആയിട്ടുണ്ട്. അവിടുത്തെ താലിബാനുമായിട്ടും പ്രശ്നമായത്. ഇപ്പം എല്ലാം കൊണ്ടും ഇവർ ഫൈനാൻഷ്യലി ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടെന്താണ് ഇപ്പം ഇവർക്ക് ഡ്രഗ് ബിസിനസ്സിൽ നിന്ന് പൈസ വരുന്നില്ല, മിലിറ്റൻസിൽ നിന്ന് പൈസ വരുന്നില്ല. ഇതെല്ലാം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഈ ഒരു പ്രശ്നം അവരുണ്ടാക്കിയത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം എല്ലാം കൂടിയിട്ട് ഒരു ഹാമർ എടുത്ത് നമ്മുടെ കൈ തന്നിട്ട് എന്നെ ഒന്ന് അടിക്കാൻ അങ്ങ് കൊന്നേക്കുന്നതാണ്. ചാവാൻ പോകുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പം നിങ്ങളുടെ കൈകൊണ്ട് ആയിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ അവർ ബിഹേവിയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് നെലിയും വെളിയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, ഞങ്ങൾ മൂക്കിൽ കൂടെ കയറ്റും കാലിൽ കൂടെ നത്തിങ്. ഇതെല്ലാം ഒരു പറച്ചിൽ മാത്രം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്? എല്ലാവരെയും ബോർഡർ ഏരിയയിലും സുരക്ഷിതരാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതും ആ ബോർഡർ ഏരിയ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പലം താഴത്ത് അഖനൂറിൻ്റെ ബോർഡർ വരയ്ക്ക്, അത് കഴിഞ്ഞാൽ പിന്നീട് ബോർഡറാണ്, ഇന്ത്യയുടെ ബോർഡറാണ് തുടങ്ങുന്നത്. അത് രാജസ്ഥാനിൽ കൂടെ പഞ്ചാബിൽ കൂടെ പോയി, പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിൽ പോയി ഗുജറാത്ത് വരയ്ക്ക് എത്തുന്ന ബോർഡർ. ആ ബോർഡറുകളിൽ കൂടി ആയിരിക്കും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടാങ്ക് അറ്റാക്ക് എന്ന് പറയും. അതൊക്കെ അവിടെ നിൽക്കേണ്ടത്. അതിപ്പോൾ നടക്കില്ല. അത് ആദ്യം നടക്കുന്ന ഇവിടെ തന്നെ ആയിരിക്കും ഈ അറ്റാക്കും കാര്യങ്ങളും. എന്തുണ്ടെങ്കിലും കൊടുക്കേണ്ടത് ഈ പൂഞ്ച് രജോറി സെക്ടറിൽ നിന്ന് നഗ്രോട്ടയുടെ ഓപ്പോസിറ്റ് വരയ്ക്കും ഉള്ള ഒരടി, പലാംവാല വരയ്ക്ക്. കാരണം അവിടെയാണ് നമ്മൾ ശരിക്കും കാണുന്ന ജനവാസമുള്ള സ്ഥലങ്ങൾ. അപ്പുറത്തുമുണ്ട് ജനവാസം, ഇപ്പുറത്തുമുണ്ട് ജനവാസം. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫാസ്റ്റായിട്ട് നടക്കുന്നോ അത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മൾ തിരിച്ചുള്ള അടിയും കൊടുക്കും. വെറും ഒരു ബാലാക്കോട്ട് മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ വെറും ഒരു ഉറി സെക്ടറിൽ പോയിട്ടുള്ള ആക്രമണമായിരിക്കില്ല. ഇതൊരു മൾട്ടിപ്പിൾ അറ്റാക്ക് എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ആയി നടക്കുന്ന ഒരു സംഭവമായിരിക്കും. ഉറിയും ബാലാക്കോട്ടും എല്ലാം നടന്നിരിക്കുന്ന ഒന്ന്. ബാലാക്കോട്ട് എന്ന് പറഞ്ഞാൽ എയർ സ്ട്രൈക്ക്, ഉറി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ പോയി അവരെ ആക്രമിച്ചു, ഫിനിഷ് ചെയ്തു, തിരിച്ചു വന്നു. പക്ഷെ ഇതൊരു മൾട്ടി ലെവൽ അറ്റാക്ക് എന്നുള്ളത് ഫുൾ പ്രിപ്പറേഷൻ നടത്തുന്നതാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ആർമിക്ക് ഫുൾ ഫ്ലെഡ്ജ് ഫ്രീഡം കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ആർമിയാണ് ഇപ്പോൾ റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട ആളുകൾ. ആർമിയാണ് കറക്റ്റ് അറ്റാക്ക് കൊടുക്കുന്നത്. ആൾക്കാരുടെ സേഫ്റ്റി. കാരണം ആർമി എന്നും സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ലോക്കലായിട്ടുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാശ്മീരിൽ തുടങ്ങി വെച്ചത് ആർമിയായിരുന്നു.
ആ ആർമി ഇന്നും ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് ഈ കാശ്മീരിൻ്റെ ലോക്കൽ ജനതയ്ക്ക് കുറേ ഫെയ്ത്ത് ആർമിയോട് വരാൻ തുടങ്ങിയത്. ഇതെല്ലാം മുന്നേ ഉണ്ടായിരുന്ന പല ജനറൽസും എല്ലാം കൂടെ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സദ്ഭാവന എന്നുള്ള പേര് ഇന്നും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ആർമി ഡെഫിനറ്റ് ആയിട്ടും ലോക്കൽസിന് ഒരു ഡാമേജും വരാത്ത രീതിയിലായിരിക്കും ഇനിയുള്ള മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞ് ലോക്കൽസ് സേഫായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അടിയുടെ സ്ട്രെങ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റില്ല. അതിനു മുന്നേ പാകിസ്ഥാൻ ഒരു മണ്ടത്തരവും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അടിയുടെ പ്രഹരത്തിന് കുറച്ച് കുറവ് വരുമായിരിക്കും. പക്ഷെ അടി ഉറപ്പാണെന്നുള്ളത് ഒരു സംശയമില്ല. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം പാകിസ്ഥാൻ്റെ ക്യാമ്പുകൾ എന്നുള്ളതിൽ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നില്ല. ക്യാമ്പിനകത്ത് ഇപ്പോൾ വലിയ അധികമൊന്നും ആളുകളില്ല, അങ്ങനെയുള്ളൊരു ക്യാമ്പുകൾ റൺ ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് ദാറ്റ് സപ്പോർട്ട് ഇസ് നോട്ട് ദർ വിത്ത് പാകിസ്ഥാൻ. സോ ഡോണ്ട് വറി, വി വിൽ ഹിറ്റ് ദം. ആൻഡ് ആ ഹിറ്റ് നമ്മുടെ ആളുകൾ സേഫ് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും. ഈവൻ ഇന്ത്യ ഓൾവേസ് കൺസിഡർ ഓപ്പോസിറ്റിലിരിക്കുന്ന എനിമിയുടെ പോലും നിസ്സഹായരായിട്ടുള്ള സിവിലിയൻസിനെ കൊല്ലാതിരിക്കാനുള്ള ആ ഒരു ധർമ്മം നമ്മൾ എന്നും പാലിച്ചിട്ടുണ്ട്, ഇന്നും അത് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഈ വാണിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലായി, പാകിസ്ഥാൻ തന്നെ വാൺ ചെയ്തിട്ട് അവരെല്ലാം തിരിച്ച് പൂഞ്ച് സെക്ടറിനെല്ലാം ബാക്ക് റോഡ് എടുക്കാൻ തുടങ്ങി എന്നുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ട്. സോ അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ദാറ്റ് വിൽ ബി ദ സ്ട്രാറ്റജിക്കൽ മൂവ് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം.